വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോ ഞാൻ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടോ പറഞ്ഞത് മിനിഞ്ഞാന്നിൻ്റെ മുമ്പത്തെ ദിവസം എന്താ വീഡിയോ ഇടാഞ്ഞത്. ഇന്നലെ ഇടാഞ്ഞത് ഞാൻ എന്തുവാണ് മെയിൻ ചാനലിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കൊടുക്കുന്ന എഡിറ്റേഴ്സ് ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് തരാൻ പറ്റുന്നില്ല അവർക്ക്. ഇനി മുതൽ എനിക്ക് പ്രൊഫഷണൽ എഡിറ്റേഴ്സിനെ മാത്രമേ തപ്പുന്നുള്ളൂ. അവസാനം തിരിച്ച് എൻ്റെ തന്നെ കിട്ടിയിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. ഇനി മുതൽ ഞാൻ പ്രോപ്പർ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷനായിട്ട് എഡിറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ സൈഡ് ഹോബി ആയിട്ട് കൊടുക്കുന്നവർക്കൊന്നും കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്നെക്കാട്ടിലും മെച്ചമല്ല, അത് ബേസ് ലൈനാണ്. നല്ല എഡിറ്റ് ആയിരിക്കണം. ഞാൻ ബേസ് ലൈൻ വെച്ചിരുന്ന എന്നെക്കാട്ടി മെച്ചം. പക്ഷെ മിക്കതും കിട്ടുന്നത് സൗണ്ട് ഡിസൈൻ അറിയത്തില്ല, ഇതാണ് അങ്ങനെയൊക്കെ ആയിട്ട്. ഇനി മുതൽ എനിക്ക് പെട്ടെന്ന് സ്ട്രീം ലൈൻ ആകണം. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന ഒരാഴ്ച അപ്ലോഡ് ആകുന്നു കൊടുത്തു കഴിഞ്ഞിട്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് ഞാൻ 3 ആഴ്ച ഇങ്ങനെ എഡിറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നു, പിന്നെ 4ാമത്തെ ആഴ്ച ഞാൻ അപ്ലോഡ് ആകുന്നത്. അത് ഒടുക്കത്തെ ഡിലേ. അത് വേറൊരു കാര്യം, ഞാൻ പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. കണ്ടാ, ഇത് ഈ കളറും കറക്റ്റാണ്, എനിക്കറിയില്ല എന്ത് തോന്നുന്നു, കമൻസ് പറയും. അതിന് മറ്റേ BE6 ഇല്ലേ, 6E ഇപ്പം ഇല്ല, അത് ഇൻഡിഗോ ആയിട്ട് ഇഷ്യൂ ആയിട്ട് തൽക്കാലത്തേക്ക് അവർക്ക് സ്റ്റേ എന്തൊരു സംഭവം വന്നിട്ടുണ്ട് കോടതിയിൽ നിന്ന്. അപ്പോൾ അത് BE6 ആണ്. അപ്പോൾ അത് ബാംഗ്ലൂരിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ടായി. അത് നമ്മൾ നാളെ ബുക്കിംഗ് എടുക്കും. നാളെ അല്ല, അടുത്ത മാസം 14. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടി. കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടിയാണ്. അങ്ങനെയാണ്. കിട്ടുന്നെങ്കിൽ ഞാൻ മേടിക്കും. നല്ല അബദ്ധവശം എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്കപ്പോൾ നോക്കാം. ഇപ്പോൾ തൽക്കാലം ടെസ്റ്റ് ഡ്രൈവിന് കിട്ടണമെന്നുണ്ടായിരുന്നു. അതിന് കൊച്ചിയിലൊക്കെ 24-ാം തീയതിയാണ് വരുന്നത് അറിയത്തില്ല. എന്നിട്ട് ഇവിടെ ആലപ്പുഴ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. പോയി ചോദിക്കണം. ചോദിക്കാം. എടാ നീ എല്ലാം പൊട്ടിക്കടാ, എല്ലാം വലിച്ച് കീറുന്നു. അവൻ വലിപ്പമൊന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും പകുതി ലെവൽ ഫുൾ ക്രിസ്മസ് ട്രീ അവൻ കാലിയാക്കിയിട്ടുണ്ട്. പൊക്കത്തോട്ട് മാത്രം ഡെക്കറേഷൻ. ഇവരത്ത് മാറ്റേണ്ട സമയമായി. ഇവൻ്റെ അതേ പാർട്ട്ണർ ഇൻ ക്രൈം ദേ അവിടെ ഇരിക്കുന്നു. നീ എന്താ വെളുത്ത് വരുന്നുണ്ടടാ? കറുത്തിരുന്ന നീ അല്ലെന്ന് വെള്ളയൊക്കെ ആയി കിടക്കുന്നു. ആക്രമിക്കുവോളോ നീ? ആക്രമിക്കുവോ? എന്താ ആക്രമിക്കുവോളോ? എന്താടാ? അപ്പം നിങ്ങളാ വെള്ളപ്പൂച്ചയ്ക്ക് എന്ത് പേരുണ്ടോ കൂടി പറയും. ബാക്കിയുള്ള എല്ലാ പൂച്ചകളും തന്നെ ചത്തുപോയി. എന്തായാലും ഞാൻ മഹീന്ദ്ര ഇതൊക്കെ പോയിട്ട് വരട്ടെ. ഞാൻ മഹീന്ദ്ര ഷോറൂമിൽ എത്തി കേട്ടോ. ഇവിടെ BE6 ഒന്നും കാണുന്നില്ല. അത് കാണത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനിപ്പോൾ താറിനകത്താണ് ഇരിക്കുന്നത്. പക്ഷേ ചേട്ടൻ എനിക്ക് ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് February 14 തന്നെ. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത്. താറിന് ഞാൻ പറഞ്ഞല്ലേ, ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ ഭാഗം അകത്ത് മുട്ടും. ഒക്കെയെന്ന് താറിന് മെയിൻ ഇഷ്യൂ ഇവിടെ കൈ മുട്ടു വന്നേ. ഇങ്ങനെ വണ്ടിയായിട്ടിരിക്കുകയായിരുന്നു, കൈയും കാലൊക്കെ മുട്ടി ഒരു ബോക്സിനകത്തിരുന്ന് പോകുന്ന കണക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആദ്യത്തെ വണ്ടി കിട്ടുമെങ്കിൽ ചിലപ്പോൾ എനിക്ക് തന്നെ കിട്ടുമായിരിക്കും. പ്രതീക്ഷ കൈവിടുന്നില്ല. ഞാൻ ആലപ്പുഴ എനിക്ക് ചിലപ്പോൾ കിട്ടും. നമുക്ക് എന്തായാലും നോക്കാം. 5 ലക്ഷം ഞാൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 40,000 രൂപ മാസം വരുമെന്നാണ് പറയുന്നത്. എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വരാനായിട്ടും തുടക്കത്തിൽ തന്നെ പറയാമെന്ന് പറഞ്ഞ് എല്ലാം പെട്ടെന്ന് കിട്ടട്ടെ. ടെസ്റ്റ് ഡ്രൈവ് പക്ഷേ February 7-ാം തീയതിയാണ്. അതൊരു കുഴപ്പം. എന്തായാലും ഓൺലൈൻ ബുക്കിനെക്കാട്ടും നല്ലത് ഇവിടെ ഞാൻ എൻ്റെ ആധാറും പാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നാവുമെന്നാണ് പറഞ്ഞത്. ഞാൻ കടയിലെത്തി, പക്ഷേ അമ്മയോട് ഇല്ലല്ലോ. അമ്മ കട ഒരിക്കലും കാണാറില്ല, തയ്യൽ കടയിലായിരിക്കും. അച്ഛനുണ്ടല്ലോ. അമ്മ എവിടെ? ഓ അതെ, ഇവിടെ ഇരിക്കുന്നു. ലോട്ടറി അടിച്ചു. ഒരു ലോട്ടറി കൂടെ തന്നാ പഠിച്ചപ്പോൾ. ആ, എത്ര ലക്ഷമാണ്? എനിക്ക് വിസ്താരം കൂടിയല്ലേ, ഒരു റണ്ണ് ഉണ്ടാക്കാനുള്ള വിസ്താരമുണ്ട്. ഇപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചോണ്ടിരിക്കുക. ജനറ്റിക്കാ? ഈ 6 ജനറ്റിക്ക്? ഓഹോ, ഓർത്ത് അമ്മയുടെ ജനറ്റിക് എന്ന് പറയാൻ. ഞാൻ ഇപ്പൊ പെട്രോൾ അടിച്ചിട്ട് വരിക വണ്ടി, അറിയാമോ? ആ പെട്രോൾ അടിക്കുന്ന ചേച്ചി എൻ്റെ ഒക്കെ പറയുക, ഇത്രയും വലിയ യൂട്യൂബറായിട്ട് ഇപ്പോഴും ഈ ബൈക്കിലാണോന്ന്. എനിക്ക് വയ്യ. ചിലപ്പോ ചേച്ചിക്ക് ഞാൻ പറഞ്ഞ അവർ എളിമയുള്ള യൂട്യൂബറാണ്. ചേച്ചിയോട് ബാക്കിയുള്ള പെട്രോൾ പമ്പുകാർ പറഞ്ഞു. ഇല്ല, ഇപ്പൊ മഹീന്ദ്ര പോയായിരുന്നു മറ്റേ വണ്ടിയുടെ ബുക്ക് ചെയ്യാൻ വേണ്ടി. അത് 7 വർഷത്തേക്ക്. ഏത് ആശ്രമം? ആശ്രമത്തങ്ങോട്ട് പോയി മഹീന്ദ്ര പോയായിരുന്നു. മഹീന്ദ്രയെ കെട്ടാൻ പോലല്ലോ അമ്മയോട് വരാൻ. അപ്പം മഹീന്ദ്രയില് ലോട്ടറി അടിച്ചൊന്നുമില്ല. പോ, ഇത്ര വർഷം എടുക്കാൻ തുടങ്ങിയിട്ട്.
അടിക്കാത്തൊരു ലോട്ടറിയും നടക്കാത്ത സ്വപ്നവും. അപ്പം വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് 7 വർഷത്തേക്ക് എടുത്താൽ മാസം 40 എങ്ങാണ്ട അമ്മ കൊടുക്കുക. അപ്പം അയ്യോ ഇങ്ങനെ പറയുന്നതിന് എല്ലാത്തിനും 40-50 കൊടുക്കാൻ ഞാനാര്? അയ്യോ വേണ്ട. ബോയ്സ്, ഞാനിപ്പം ജിമ്മിലോട്ട് പോവുകയാണ്. കണ്ടിന്യൂസ് ജിം. ഇന്നലെ ഞാൻ ജിമ്മിൽ പോയായിരുന്നു. ഇന്നലത്തെ ഞാൻ ഒരു വ്ളോഗ് എടുത്തില്ലെന്നേ ഉള്ളൂ. വ്ളോഗ് എടുത്തിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ ജിമ്മിൽ കാണിക്കാനാണ്. ഇപ്പം എന്തായാലും ഇന്ന് നമ്മൾ പോയിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് വന്നിട്ട് ഇന്ന് വന്നത് ടാസ്ക് എന്ന് പറയുന്നത് ഇത്ര ആഹാരം തള്ളിക്കരുന്നത് ഞാൻ കഴിക്കുന്നുണ്ട്. എന്നാലും ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ ഒടുക്കത്തെ ബ്ലോട്ടിങ് എനിക്ക്. എൻ്റെ വയറിങ്ങനെ വീർത്ത് കണക്കെ ഇരിക്കുന്നു. എനിക്ക് ഒട്ടും ബ്ലോട്ടിങ് ഇല്ലായിരുന്നു കാർണിവൽ ഡയറ്റിനകത്ത്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് നമുക്കൊരു 100-110 കിലോ ആക്കാം. ഇത് ഡേ 5 ഓഫ് ബൾക്കിംഗ് സീരീസ് ആണ്. എനിക്കിപ്പോൾ എത്ര വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നാളത്തേക്ക് വെയിറ്റ് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഡംബിൾ റോയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡംബിൾ 30 കിലോൻ്റെയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് കുറച്ച് കൂട്ടണമെന്നുണ്ട്, പക്ഷേ ഡംബിളിന് ഇതാണ് മാക്സ് വെയിറ്റ് എൻ്റെ ജിമ്മിൽ. എൻ്റെ കൈ ഞാൻ കുറച്ചേറെ ബാക്കിലോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് കറക്റ്റ് ചെയ്ത് തന്നെ എനിക്ക് ഫോം. ഇവനിപ്പോൾ അടുത്തൊരു ബോഡി ബിൽഡിംഗ് ഷോയ്ക്ക് കയറാതിരിക്കുക. അടുത്ത എക്സസൈസ് എൻ്റെ സൈഡ് ലാറ്ററൽ റേസ്. സത്യം പറയുവാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് മറന്നുപോയി ഷോൾഡറിൽ പറഞ്ഞൊരു വർക്കൗട്ട് ഉണ്ടെന്നല്ല. ഞാൻ ഇന്നാണ് എനിക്ക് കുറച്ച് ക്ലിക്ക് ആയതും ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്നില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് സ്റ്റാൻഡിംഗ് മിലിറ്ററി പ്രസ് ആണ്. ബെഞ്ച് ആരോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റാൻഡിംഗ് ഷോൾഡർ ആവുമ്പോൾ നമ്മൾ റെഡ് ബെൽറ്റ് വിടരുത്, അല്ലെങ്കിൽ പിന്നെ റൗണ്ട് ഷോൾഡർ കാണത്തില്ല. ഈ എക്സസൈസ് കൊണ്ട് എനിക്ക് വലിയ റിസൾട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ നമ്മുടെ ഫൈനൽ എക്സസൈസ് ട്രാപ്സ് ആയിരുന്നു. ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. നമുക്ക് വീട്ടിൽ പോയിട്ട് ഷെയ്ക്ക് ഉണ്ടായി കുടിക്കണം. അതിനു മുമ്പേ നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് മന്തി എനിക്ക് വേണ്ട, ചിക്കൻ വല്ലതും കഴിച്ചിട്ട് വരാം. ഈ സമയത്ത് കടവെല്ലാം കാണുമെന്ന് അറിയത്തില്ല. 10 മണിയായി. അല്ല, ആദ്യം വീട്ടിൽ പോട്ടെ ആയിട്ടിറങ്ങാം. മന്നായിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. പക്ഷേ രാത്രി ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അച്ഛനമ്മ കിടന്ന് കാണും. ഇപ്പോൾ ഓൾറെഡി 10 മണി ആയതുകൊണ്ട് എന്തായാലും നമുക്ക് പോവാം. ഇതിപ്പം അഭിപ്രായം പോയാലും നമുക്കിപ്പോൾ പോവാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്ര കഴിക്കണം. എനിക്ക് ഉറക്കം വരുന്നത്. എന്തൊരു JMBക്കുന്ന സ്ട്രീം ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് നിർത്തിയെന്ന് തോന്നുന്നു. ആ ചെരുപ്പ് ഇങ്ങോട്ട് വന്നേക്ക്, ഞാൻ പുറത്ത് പോട്ടെ. വണ്ടി വേണ്ട, നീ പുറത്ത് വരുന്നുണ്ടോ? വണ്ടി പാർക്ക് ചെയ്യാണ്. എന്താ വാലേ പാർക്ക്? എന്നിട്ട് പാർക്ക് ചെയ്യും. വണ്ടി കൊണ്ടുപോകുന്നില്ല. സ്വന്തമായിട്ട് ഫുഡ് അടി ചെയ്യപ്പോ ഒറ്റയ്ക്ക്. കൊള്ളാം. ആരാണ് ഇവിടെ ബുള്ളറ്റ് നിൽക്കുന്നതെന്ന് നോക്കൂ. അഭിറാം. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നറിയാവോ? ഇല്ലല്ലേ? കൊള്ളാം. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. ഭൂമി വരേണ്ടതല്ലേ? ഫുഡ് കഴിക്കാൻ റെഡിയാണല്ലേ? ഫുൾ പോളിംഗ് ആയിരിക്കണം. വെച്ചേക്കരുത് ബാക്കി. അപ്പോൾ നമുക്ക് അതിനകത്ത് പോവാം. ഓർഡർ ചെയ്യും. എന്നാൽ പിടി. ഇന്ന് ഫുൾ ടേബിൾ നിറയ്ക്കണം. സ്റ്റാർട്ടറിന് വേണ്ടി ഞാൻ ഫ്രഞ്ച് ഫ്രൈ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിച്ചോ? ഇത് ഫുള്ളും കഴിച്ച് തീർക്കണം. ഇന്ന് ടേസ്റ്റ് നോക്കണേ. അല്ലേ, ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഞാൻ ഒരു ഷവായി ഫുള്ള്, ഒരു അൽഫാം ഫുള്ള്, ഒരു ചിക്കൻ സ്ട്രിപ്സ്, പിന്നെ വേറെന്തോ കൂടി ഞാൻ ഓർഡർ ചെയ്യാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല. അതെല്ലാം വരുന്നുണ്ട്. വരട്ടെ. ചിക്കൻ സ്ട്രിപ്സ് എത്തിയിരിക്കുന്നു. ഇന്ന് അതിപ്പോൾ തീരാറായി. അവിടുത്തെ ചൂടാണോ അല്ലേന്ന് അറിയത്തില്ല. കുറച്ച് ചൂട്. ഉന്മേഷത്തിൽ കഴിക്കും. എന്തുന്മേഷം? എനിക്ക് വയ്യ. തീർച്ചയായിട്ടും. കുറച്ചേറെ ഫുഡ് ഉണ്ടോ ഇല്ലയോ? കഴിക്കണം കേട്ടാ. നൂഡിൽസ് എങ്ങനെ ട്രൈ ചെയ്യട്ടെ. സ്പൈസി ഇല്ല, കാഷ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവൻ എന്നെക്കാട്ടി കൂടുതൽ കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഓൾറെഡി എനിക്ക് കുറച്ച് ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചേറെ കഴിക്കുന്ന ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്കൊന്നും ഇന്ന് ഷേക്ക് വേണ്ട. ഷേക്കിനുള്ളതൊക്കെ കഴിച്ച്. ഇത് നമ്മുടെ കഥാനായകൻ വരുന്നു. ഇത്രയും ഫുഡ് കഴിച്ചിട്ട് കാണുന്നതൊക്കെ കേട്ടാ. ഒരു ഫുഡ് ചാലഞ്ച് വിളിക്കണമെന്ന് തോന്നുന്നു. എന്നെ ചാലഞ്ച് ചെയ്യുന്ന ലെവലിൽ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. നാളെ കാണാം.